പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് പപ്പടക്കറിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ 3 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത്, ഒരു സവാള, ഒരു തേങ്ങ, വാളംപുളി വെള്ളത്തിലിട്ടത്, തക്കാളി, പച്ചമുളക്, വേപ്പില, പപ്പടം. ഇത്രയും സാധനം വെച്ച് കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ കടുകും കൂടി ഇട്ട് നല്ലപോലെ പൊട്ടി വരണം. കടുകും ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞ് വെച്ചത് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളി പച്ചമുളക് എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ പറ്റും. എല്ലാം വേവുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെന്ത് വരുമ്പോഴേക്കിന് പപ്പടം വറുത്തെടുക്കാം. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ പപ്പടം കീറിയെടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. അതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ വറുത്ത് പോരാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. പപ്പടം വറുത്തെടുക്കുക. അതേ എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. പപ്പടം വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. തേങ്ങ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മുളക് പൊടി. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞ് പോവും. 2 ടീസ്പൂണ് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചാണ്. തേങ്ങ വറുത്തൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കണം. തേങ്ങ അരക്കണ വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം. തേങ്ങ നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്കൊന്ന് വെന്താന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പുളി ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ജാറൊന്ന് കഴുകിയെടുത്ത വെള്ളമാണ്. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലപോലെ വെള്ളം ആക്കരുത്. കറി കുറച്ച് കട്ടി പോലെ ഇരിക്കണം. കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച പപ്പടം ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പപ്പടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക.